രാവിലെ ഏറ്റവും സന്തോഷകരമായ വാർത്ത, അതായത് അയ്യപ്പ ഭക്തർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത ഇതാ പുറത്തേക്ക് വരുന്നു. അതായത് മണ്ഡലകാല മകരവിളക്ക് അടുക്കുന്ന സമയത്ത് തന്നെ ശബരിമല ശുദ്ധീകരിക്കാൻ അയ്യപ്പൻ നേരിട്ടിറങ്ങിയിരിക്കുന്നു. അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ SIT ഇതാ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഇതാ പുറത്തേക്ക് വരുന്നത്. പ്രശാന്തിനെ CPM പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്തയും കൂടി ഇപ്പോൾ ബ്രേക്കിംഗ് ആയി തന്നെ വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് VS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തിരുവനന്തപുരത്ത് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം കരകുളത്തിന് സമീപമുള്ള വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ നടക്കുന്ന ആദ്യത്തെ അറസ്റ്റ് എന്നൊരു പ്രത്യേകതയും കൂടി ഇതിലുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തെ ദേവസ്വം ബോർഡിലെ അവസാന പ്രസിഡന്റായിരുന്നു PS പ്രശാന്ത്. കസ്റ്റഡിയിലെടുത്ത ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കേസിൽ ഏതു നിമിഷവും ഔദ്യോഗികമായി തന്നെ PS പ്രശാന്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറസ്റ്റ് ഉണ്ടാകുമെന്ന് കാണിച്ച് പ്രശാന്ത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദമാണ് അറസ്റ്റിന് പിന്നിലെന്നാണ് പ്രശാന്ത് പറയുന്നത്. എന്നാൽ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന കേസുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് പ്രശാന്ത് ഇപ്പോൾ പറയുന്നത്. ഇതിന് പിന്നിലെ രാഷ്ട്രീയ നീക്കങ്ങളെ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ CPM എന്ന പാർട്ടി പൂർണ്ണമായി തന്നെ പ്രശാന്തിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലുമുള്ള സംരക്ഷണം പാർട്ടി നൽകുന്നില്ല എന്നുള്ളത് CPM-ൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചനയാണ്. 2025-ൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. അന്ന് PS പ്രശാന്ത് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗം അജിത് കുമാർ എന്നിവരടങ്ങിയ ബോർഡാണ് ഇതിനൊരു അനുമതി നൽകിയത്. എന്നാൽ 2019-ലെ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് 2025-ൽ ശില്പങ്ങൾ കൊണ്ടുപോയതെന്ന് അന്വേഷണ സംഘം വ്യക്തമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്നാണ് ക്രിമിനൽ ഗൂഢാലോചന നടത്തിയത്. 2023 ഡിസംബർ 13-ന് പ്രശാന്ത് ചുമതലയേറ്റ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ വിശ്വാസം നേടിയെടുക്കുകയും തുടർന്ന് തട്ടിപ്പിന് കളമൊരുക്കുകയുമായിരുന്നു. 2019-ലെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. 40 വർഷത്തെ സ്വർണം പൂശൽ വാറന്റി നിലനിൽക്കുകയാണ് വീണ്ടും സ്വർണം പൂശാനായിട്ട് അനുമതി നൽകിയത്. ഇതിന് പ്രശാന്തിന് ബോധപൂർവമായ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. 2025-ൽ സംഭവത്തിൽ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യാതെ 2019-ലെ കേസിനൊപ്പം അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് SIT-യുടെ നിർണായകമായ ഒരു നീക്കം ഇന്ന് രാവിലെ ഉണ്ടാകുന്നത്. പ്രശാന്തിന് പുറമെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജിത് കുമാർ, തിരുവാഭരണം കമ്മീഷണർ റജിലാൽ എന്നിവരെയും കേസിൽ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, തന്ത്രി കണ്ഠരാജീവർ, എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷൻ റജിലാൽ എന്നിവർക്കെതിരെയും കേസ് വരാനുള്ള സാധ്യത, അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാധ്യതയിലേക്ക് വീണ്ടും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് SIT-യിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ വർഷം ദ്വാരപാലക ശില്പങ്ങൾ മാറ്റിയതുമായി ബന്ധപ്പെട്ട ദേവസ്വത്തിന് യാതൊരു നഷ്ടമോ നടപടിക്രമങ്ങളിൽ വീഴ്ചയോ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രശാന്ത് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചത്. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ശില്പങ്ങൾ മാറ്റിയത് 2019-ലെ ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന വാദം വിചിത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. തന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ചുമതല ഏൽക്കുന്നതിന് 6 മാസം മുമ്പ് തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് വാതിലിന്റെയും കട്ടളപ്പാളികളുടെയും ദ്വാരപാലക ശില്പങ്ങളുടെയും നൂതനകൾ പരിഹരിക്കാനുള്ള ഫയൽ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ വിവരങ്ങൾ പുതിയ ബോർഡ് അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, ബോർഡ് അധികാരത്തിൽ വന്നതിന് ശേഷം സന്നിധാനത്തെ ജീവനക്കാരുടെ പരാതിയെ തുടർന്നാണ് ദ്വാരപാലക ശില്പങ്ങൾ കാരണം ഉണ്ടാകുന്ന അശുദ്ധി മാറ്റാൻ ശ്രമിച്ചതെന്നാണ് പ്രശാന്ത് പറയുന്നത്.